എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സരു രാഹുലിനോടും ഷാരിയോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, എനിക്കറിയാം ആ കിരണിനെ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നില്ല. ആ കിരണിനെ കല്യാണിയെ ഞാൻ ഉറപ്പായിട്ടും ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം ആ കുറ്റമെല്ലാം നിങ്ങളുടെ തലയിലേക്ക് ഞാൻ കെട്ടിവെക്കുള്ളൂ എന്നൊക്കെ രാഹുലിനോട് പറയണം. ഇത് കേട്ട് രാഹുലിന്റെ അന്താളിപ്പോട് കൂടിയിട്ട് സരുവിനെ നോക്കുകയാണ്. പിന്നീട് സരു അതും പറഞ്ഞ് അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോവാ. ഷാരി പറഞ്ഞ്, കേട്ടില്ലേ അവള് പറഞ്ഞത്? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളൊരു കൊടും കുറ്റവാളിയാവുന്ന എനിക്ക് തോന്നുന്നേ. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ സ്വഭാവത്തിൽ ഇപ്പൊ പഴയതുപോലെയല്ല, നല്ല മാറ്റം വന്നിരിക്കുന്ന പറയാം. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങൾ കാരണം രാഹുൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവസാനം ഇനിയിപ്പം സ്വന്തം ഭർത്താവ് മനോഹറും കൂടെ ഒരു കൊടും ക്രിമിനലാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവളുടെ സമനില ഏറ്റും. അവൾ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. പോരാത്തിന് ആ കിരണും കല്യാണി എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മുടെ നമ്മുടെ സങ്കടം കണ്ടു കഴിയുമ്പോഴത്തേന് ആ കിരണും കല്യാണിക്കും ഒക്കെ സന്തോഷമാവുള്ളൂ. മനോഹറിനെ കുറിച്ചുള്ള കാര്യം കൂടെ സരിവ് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവള് തകർന്നു പോകും. അത് കണ്ടുകൊണ്ട് അപ്പുറത്തിരുന്ന കിരണും കല്യാണിയൊക്കെ ചിരിക്കും. പക്ഷെ എനിക്ക് അതിനു മുമ്പ് അവരുടെ കരച്ചിൽ കേൾക്കണം. എനിക്ക് അതാണ് വേണ്ടത്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന എന്താ ചെയ്യാന്ന് പറയാം. വെറുതെ വായിട്ട് അലച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ പറ്റൂന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയേക്കല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം രാഹുലോട് നോക്കട്ടെ, അങ്ങനെ എടുപടിയിൽ എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോന്ന് ചോദിക്കും. നിന്നെപ്പോലെ തന്നെ എനിക്കും ടെൻഷൻ ഉണ്ട് അവളുടെ കാര്യത്തില്. ഷാരി പറഞ്ഞു, എന്റെ മോളവള്. ഞാൻ പ്രസവിച്ചല്ലെങ്കിലും എന്റെ മോളായിട്ട് ഇത്രയും കാലം ഞാൻ വളർത്തിയത്. പക്ഷെ എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. പറയാ, ഇനിയിപ്പൊ നിങ്ങളോട് ഒരു പറച്ചിലോ ചോദ്യമൊന്നും ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയും കൂടി അങ്ങോട്ടേക്ക് കയറിപ്പോ. രാഹുൽ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഇരിക്കുക. രാഹുലിന് മനസ്സിലായി പണി പാളൂന്നുള്ള കാര്യം. മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോ ഇതുപോലൊന്നും ആയിരിക്കില്ല അവളുടെ പ്രതികരണം. അവൾ ആകെപ്പാടെ തകർന്നു പോകും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആ കിരണും കല്യാണിയും ഒക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വേണം. പിന്നീട് കിരണും കല്യാണി താരയും ദീപ എല്ലാരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് താര പറഞ്ഞു, അല്ല നമ്മളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇനിയിപ്പം പഴയ പോലെ തന്നെയാണോ എന്നൊരു ചിന്തയൊക്കെ താരം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. മനസ്സിലെ ആ ടെൻഷനൊക്കെ. ഈ സമയം ഇത് കേട്ടപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ആ കാര്യത്തിൽ താരാൻ്റെ വിഷമിക്കൊന്നും വേണ്ട. അവർക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക്. അതിപ്പോ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാന്ന് പറയാണ്. ദീപ പറഞ്ഞു, മാറ്റം ഉണ്ടെന്ന് കല്യാണി പറയുന്നല്ലേ ഉള്ളൂ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം. അവരുടെ സ്വഭാവമല്ലേ, നമുക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, മുമ്പത്തെ പോലെ ഒന്നുമല്ല, അമ്മയ്ക്ക് അത് കണ്ടു കഴിയുമ്പോൾ ബോധ്യപ്പെടും. അമ്മക്ക് ചെന്ന് കഴിയുമ്പോൾ അറിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെന്നു. കേക്കുമുറിയും കാര്യങ്ങളും ഒക്കെ നല്ല ആഘോഷമായിട്ട് തന്നെ നടത്താനായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മ ഓടി വന്ന് മോളെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദീപയും സാരിയൊക്കെ നോക്കുകയാണ്. പിന്നീട് ദീപയുടെ അടുത്തേക്ക് ഭാനുമതിയമ്മ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ പോലുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്നറിയാം. പക്ഷെ ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നിങ്ങൾക്കൊള്ളാം. പക്ഷെ ഉണ്ടല്ലോ, ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കിട്ടാൻ പോകുന്നത്. ഇനി ആ അച്ഛനും മോനും പറയുന്ന അനുസരിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ശേഷിക്കുന്ന കാലം വല്ല കടത്തണയിലും കടന്ന് ഉറങ്ങേണ്ടി വരും. ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. എന്നോട് മാത്രമാണ് കുഴപ്പമില്ല. ആ ലക്ഷ്മിയോടും കാർത്തിയോടും ഒക്കെ എന്താ ചെയ്തേ? അത്രയും വലിയ ദ്രോഹമൊക്കെ അല്ലേ നിങ്ങളുടെ മോനും ചെയ്തു വെച്ചിരിക്കുന്നേ. അപ്പൊ ദൈവം പോലും പൊറുക്കില്ല. ഇനിയുള്ള കാലത്തെങ്കിലും പശ്ചാത്താപിച്ച് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടാൻ നോക്ക് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും കൈ കൂപ്പിക്കൊണ്ട് ഭാനുമതിയും പറയണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ ആ തെറ്റൊക്കെ മനസ്സിലാകുന്നേ എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, അങ്ങനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം കിരൺ എന്ത് ചെയ്യുവാണ്, തൻ്റെ കയ്യിലിരുന്ന് ആ വലിയ ഗിഫ്റ്റ് എടുത്ത് ഭാനുമതി അമ്മയ്ക്ക് കൊടുക്കുകയാണ്. പിറന്നാളായിട്ട് എൻ്റെ വക ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, വേണ്ടായിരുന്നു മോനെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം മാത്രം മതി. മുമ്പത്തെ ഭാനുമതി ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. ഇതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. സാധാരണക്കാരായിട്ട് ഇവിടെ കഴിയാനാണ് എനിക്കിഷ്ടം. അങ്ങനെയൊക്കെ ഭാനുമതിയമ്മ പറയാണ്. അപ്പോഴേക്കും അവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു, അതെ
കേക്ക് കട്ടിയുള്ള സമയം വരാൻ പറയാണ്. പിന്നീട് ചെറിയൊരു പ്രസംഗം പോലെ കല്യാണി പറയുന്നുണ്ട്. അതിനുശേഷം കിരണും. അങ്ങനെ അതിനെല്ലാം ശേഷമാണ് കേക്ക് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കല്യാണി പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ പറയാണ്. അങ്ങനെ ഭാനുമതി അമ്മയ്ക്ക് ആദ്യം കേക്ക് പീസ് കൊടുക്കുന്നത്. ഭാനുമതി അമ്മയ്ക്ക് സന്തോഷമായി. പിന്നീട് കല്യാണിക്കും താരയ്ക്കും ദീപയ്ക്കും എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കേക്ക് കട്ടിയതും പരിപാടിയൊക്കെ നടന്നു. അതിനുശേഷം വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു. സദ്യയൊക്കെ ഉണ്ടിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഭാനുമതിയമ്മയുടെ അടുത്ത് എന്നിട്ട് കല്യാണി പറഞ്ഞു, എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വട്ടെ അമ്മൂമ്മ, ഇടയ്ക്ക് വരാന്നൊക്കെ പറയണം. ഇടയ്ക്ക് വരണം മോളെ, ഇടയ്ക്ക് മോളെ കാണുന്ന എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറയാം. ഇത് കേട്ടെന്ന് ദീപ പറഞ്ഞു, വരുമായിരിക്കും മിക്കാറും മകനും കൊച്ചുമോനും ഒക്കെ വരുമായിരിക്കും. ഇനി ആരൊക്കെ വന്നാലും ഒരു കാരണവശാലും അവരെയൊന്നും സ്വീകരിക്കാണ്ട് ഞാൻ കൂട്ടാക്കില്ല. അവന്മാർ എത്ര വലിയ കൊമ്പന്മാരായാലും രാജാക്കന്മാരായിട്ട് വന്നാലും ഇനി അവരോടൊപ്പം ഞാൻ പോകത്തില്ല. കുറച്ചും ദിവസം കൊണ്ട് ഞാൻ ശരിക്കും പഠിച്ചെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദീപയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് കയറി അങ്ങോട്ട് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അവിടേക്ക് വരുന്ന പ്രകാശനെയും വിക്രത്തിനെയും കൂടെ കാണുന്നത്. ഓഹോ, ഇവറ്റകൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, എന്തിനായിരിക്കും പോലും ഇങ്ങോട്ട് വന്നേ ഒരു ചിന്തയായിരുന്നു. മിക്കവാറും ഭാനുമതി അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും ഈ വരവ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദീപ വിക്രത്തിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് പ്രകാശം ആഹാ, കണ്ടതിൽ എന്താണെങ്കിലും സന്തോഷമുണ്ട്. ഞങ്ങളുടെ അമ്മേനെ ഒന്ന് കണ്ടുപോകാൻ വന്നാന്ന് പറയണേ. പറ്റുമെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടും കൂടെ പോകുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദീപ പറഞ്ഞു, നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഈ തിരുമോന്ത കാണില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആരുടെ മുഖം കാണില്ലെന്ന് വിചാരിച്ചോ അവര് തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നാണമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുമോന്ന് ചോദിക്കുക. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ഞാനെന്തിനാ നാണിക്കണേ? എന്റെ അമ്മേനെ കാണാൻ വേണ്ടി വന്നാ. എനിക്കറിയാം എല്ലാരും കൂടെ ഒറ്റ കൈയായിട്ട് എന്റെ അമ്മേനെ നിങ്ങളങ്ങോട്ട് ആ വശത്താക്കി വെച്ചില്ലേ. ഇപ്പൊ അമ്മ എന്റെ നമ്പർ 1 ശത്രുവാ. പക്ഷെ അമ്മയായി പോയില്ലേ, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാ. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ചെല്ല് ചെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. വരുമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ പറയണേ. പ്രകാശം പറഞ്ഞു, ഞാന് അവരുടെ മകനാണെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറയാ. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ഓ അത്രയ്ക്ക് ധൈര്യം വേണോ? അങ്ങനെയാണ് ചെന്ന് വിളിച്ചു നോക്ക്, വരുവാണെ കൂട്ടിക്കൊണ്ട് പോകുന്ന പറയാ. വിക്രം പറഞ്ഞു, നീ ഒന്നും അധികം ആളാവണ്ട. അതേ കാലം നിനക്കൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അധികം വൈകാതെ നിന്റെയൊക്കെ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണിയോട്, ഓഹോ അങ്ങനെയാണോ? അങ്ങനെ വലിയ തീരുമാനം എടുക്കാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ആദ്യം അത് തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വെല്ലുവിളികളൊക്കെ നടത്തി അവസാനം കല്യാണി പറഞ്ഞു, എന്തിനാ കിരണേട്ട വെറുതെ പറഞ്ഞിട്ട് നമ്മുടെ വായിക്കാത്ത വെള്ളം പറ്റുന്നല്ലത് ഒരു പ്രയോജനമില്ല. വരാനും പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം പ്രകാശനും വിക്രമും കൂടെ ഭാനുമതി മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുക. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി ഇറങ്ങി വന്നു. എന്താ കാര്യം ചോദിക്കാം. അല്ല അമ്മേനെ കാണാനും പിന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി എങ്ങോട്ടെ? അല്ലമ്മേ, ഒരു വീട് തൽക്കാലത്തിന് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് പോകാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ഇല്ല ഞാൻ ഒരിടത്തേക്കും ഇല്ല. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിങ്ങൾ എങ്ങോട്ടാ പറഞ്ഞു വരുന്നത് എനിക്കറിയാം, പക്ഷെ ഞാൻ വരുന്നില്ല എന്ന് പറയണേ. അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ എന്ന് പ്രകാശം ചോദിക്കുകയാണ്. എന്ത് വർത്താനായാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളോട് വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുന്ന കഴിയുമ്പത്തേനും പിന്നെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ എനിക്ക് ഇവിടെ ഇല്ലാതാവും. അതിനേക്കാളും ഭേദം ഉള്ള കഞ്ഞിയും കുടിച്ച് ഞാനിവിടെ കഴിയുന്ന. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെയാണ് കൂട്ടിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, സംസാരിക്കാനും ആൾക്കാരുണ്ട്. മിണ്ടിയും പറയാം, നേരത്തിനും ഫുഡും കിട്ടും. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താൽ മതി, ഒന്നിനും ഒരു കുറവും വരത്തില്ല. മരുന്നിനും മരുന്ന്, ഒരലച്ചിലും കഷ്ടപ്പാടും ഇല്ല. ഇനി ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇനി പഴയ പടി ചിലപ്പോൾ പാത്രം കഴുകാൻ പോകേണ്ടി വരും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. വെറുതെ എന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പം വിക്രം പറഞ്ഞ, അമ്മൂമ്മ എന്ത് വർത്താനാ പറയണേ? ഓഹോ അവളെ കണ്ടിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ആരെ കണ്ടിരുന്നു ശരി, ഒരു നേരത്തെ ആഹാരം എനിക്ക് കിട്ടുന്ന ഇപ്പൊ ഇവിടുന്ന. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാം. അവസാനം നാണം കെട്ടിട്ടാണ് വിക്രവും പ്രകാശനും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ ഭാനുമതിയമ്മേനെ നോക്കിയിട്ട് കാര്യമില്ലെന്ന്. ഈ സമയം ബർത്ത്ഡേ ആഘോഷമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചെന്ന് സരയു പറയുകയാണ്. സരുവിന് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ തോന്നി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശാരി കയറി വരുവാണ്. ശാരിയെ കണ്ടതും പറഞ്ഞു, അവിടെ അവനും കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചെങ്കിൽ പോയി. രണ്ടിനെ ഞാൻ വെറുതെ വിടത്തില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തവണ അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ അടുത്ത വർഷം അവന്റെ അടിയന്തരമായിരിക്കും കൂടാനായിട്ട് പോകുന്നത്. കണ്ടോ, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ അത് തന്നെ നടക്കും. ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ച ഓരോ ഇതൊക്കെ കൂട്ടി വെക്കുന്നേ.
അത് മാത്രമല്ല ഇപ്പൊ അവരുടെ പുറകെ മോള് പോകേണ്ട കാര്യമില്ല. അച്ഛൻ എന്തേലും ചെയ്തോ, മോൾ എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുന്നതെന്ന് ചോദിക്കുക. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ അമ്മയും അച്ഛനും എന്റെ കൂടെ നിൽക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ടല്ലേ ഇന്ന് വരെ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം എങ്ങനെ എന്ത് വേണം എപ്പോൾ വേണം എന്നൊക്കെ. ഇനി എന്റെ പുറകെ ആരും വരായിരുന്നാ മതി. അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ കൂടി എന്നെ ഇട്ട് കുരങ്ങളിപ്പിക്കുക. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സാരിയോ കടന്ന് വയലന്റ് ആകുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു.